ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഉപ്പച്ചി കുറച്ച് കൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂണ് ഇത്തിരി തോനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 1.5 കിലോൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അതൊക്കെ അരിഞ്ഞ് ക്ലീനാക്കുകയാണ്. ഉമ്മയും അനിയത്തിയും കൂടി കേട്ടോ ഇത് മൊത്തം ക്ലീനാക്കുക. ആ ടൈമും കൊണ്ട് ഞാൻ കടയിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ കൊടുത്ത സോഡാ കുപ്പിയും ഉണ്ട്. ഞങ്ങളിവിടെ സോഡാ കുപ്പിയൊക്കെ കൊടുത്തു വിടും കേട്ടോ, കടയിൽ തന്നെ കൊടുക്കും. അപ്പോൾ അത് കടയിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ കടയിൽ നിന്ന് 2-3 ഐറ്റം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോണ വഴിയാണ്. അങ്ങനെ കുറച്ച് സാധനം മേടിച്ചത് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ടോ, സ്ട്രോബെറി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എൻ്റെ സിസ്സിനെയും കൂടിയിട്ടാണ് കേട്ടോ മേടിച്ച സ്റ്റിക്ക്. അപ്പോഴേക്ക് ഇതാ എല്ലാ പണിയും തീർത്ത് ഫുള്ള് ക്ലീന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സാധാ വെല്ലുള്ളിയും തൊലിക്കലും എരിയലൊക്കെ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അത്യാവശ്യം വീണ്ടും വലുപ്പത്തിൽ അരിയാൻ പറഞ്ഞാൽ ഞാൻ അതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ അനിയത്തി ഉച്ചയ്ക്കുള്ള കോവയ്ക്കൻ്റെ അരിയല്ലായിരുന്നു. ഉമ്മ അതാ കൂണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു സ്പെഷ്യൽ രീതിയിൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതാ ചോറ് വെക്കാൻ അരി വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ വേണ്ടി പുട്ടും പഴവും കേട്ടോ. കോറപ്പുട്ടും ഉണ്ട്, സാദാ പുട്ടും ഉണ്ട്, പിന്നെ ഇന്നലത്തെ തേങ്ങാച്ചോറും ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചത് കോറപ്പുട്ടാണ്. കോറപ്പുട്ടും പഴവും കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് ലൈറ്റായിട്ടേ. അപ്പം ഞാൻ ഓടിപ്പോയി അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നിന്നു കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നിന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ അതാ ഉള്ളി വഴറ്റാൻ തുടങ്ങിട്ടോ. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഇതാ വേവുണ്ട് കേട്ടോ നമ്മുടെ കൂന്. ഇത് നമ്മുടെ കോവയ്ക്കുപ്പേരിയാണ്. കോവയ്ക്കുപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. അതാ കൂനതായും കൊണ്ടേ ഇരിക്കുന്നത്. പകുതി വേവായിട്ടാണ് കേട്ടുള്ളൂ, പകുതി ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ കുളിച്ച് റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ എന്നാൽ ഒരു സൺഡേ അല്ലേ, തലേന്ന് പേഞ്ചീവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഈറോലിയാണ് കേട്ടോ. കണ്ട മരത്തിൻ്റെ പോലെ ഇരിക്കും, പക്ഷെ മരമല്ല, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈറോലി. ഇത് മയം ഉണ്ടോ ചോദിച്ചാൽ മയം ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാനെന്നറിയില്ല, പക്ഷെ എൻ്റെ മുടിയിൽ ഇത് യൂസ് ചെയ്യാൻ അത്ര ഇതല്ല. ഇത് ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടൊരു സാധനമാണ്. പേൻ ജീവണ ഐറ്റം. പേൻ ജീവണതല്ല, പേൻ വരില്ല, ഈരാണ് കൂടുതൽ വരിക തോന്നുന്നു. ഞാനിത് മേടിച്ചു. ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 55 രൂപയാണ് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് 55 രൂപയാണ്. ഉള്ളിലൊരു ഇരുമ്പല്ല എന്ന വേറെന്തോ സാധനത്തിന് പോലത്തെ ഒരു ചീർപ്പ് പോലത്തെ സാധനമാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഇത് ചീവ സെറ്റ് ഐറ്റം കേട്ടോ. ഈരൊക്കെ നല്ല പോലെ വരുന്നുണ്ട്. പിന്നെ ക്ലീനാക്കത്തിരി പണിയാണ്. പക്ഷെ ഉണ്ടല്ലോ മുടിയിലെ കംപ്ലീറ്റ് സകലമാന സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിങ്ങോട്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴേക്ക് പുട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടും കൂനും കോവയ്ക്കുപ്പേരിയൊക്കെ കൂടി ഒരു പിടി ഇങ്ങോട്ട് പിടിച്ചിട്ട് പൊന്നു സെറ്റ് ഐറ്റം. കൂന് വേറെ ലെവല്, നല്ല അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റിക്ക് വെച്ച് ഒരു മാംഗോ ഷേക്ക് അടിച്ചു കേട്ടോ. മാംഗോ ഷേക്കല്ല, സ്റ്റിക്ക് വെച്ചിട്ടൊരു മാംഗോ ഷേക്ക് അടിച്ചു. മാംഗോ ഷേക്കാണ്, ബനാന ഷേക്ക് പോലെ തോന്നുന്നില്ലേ, പക്ഷെ മാംഗോ ഷേക്കാണ്. പിന്നെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എഴുതലൊക്കെ കഴിഞ്ഞ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സിസ്സിൻ്റെ കയ്യിൽ അവൾക്ക് ഇത്തിരി മൈലാഞ്ചി ഇട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ 2 മണിക്കൂറിൻ്റെയൊക്കെ ഇഷ്ടപ്പാടില്ലേ ഞങ്ങൾ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. എനിക്ക് ഇടാനൊന്നും നേരെ അറിയില്ല കേട്ടോ, എന്നാൽ തട്ടിക്കൂട്ടി ഇടുള്ളൂ. അങ്ങനെ തട്ടിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് മൈലാഞ്ചിൻ്റെ ലുക്കൊന്ന് പറയണം കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എപ്പോഴെങ്കിലാണ് ഇങ്ങനെയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ, കൈയൊക്കെ നേരെ ഇതായിട്ട് വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയായിട്ടോ, ഉരുട്ടായി, ബാഗൊക്കെ കൊടുത്ത് ഇതാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ യൂണിഫോം ഇസ്തിരി ഇടാൻ പോയിട്ടോ. അയൺ ചെയ്യാൻ പോയി. അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെൻ്റെ യൂണിഫോമാണ്. എൻ്റെ യൂണിഫോമിൻ്റെ കളറ് പിങ്ക് ബ്ലൂ വരുന്നൊരു തീമാണ് കേട്ടോ. ക്യാമറയിൽ ഈ കളറാണ്, പക്ഷെ പിങ്കാണ് കേട്ടോ. വൈറ്റ് പോലെ തോന്നുകയാണെങ്കിൽ പിങ്കാണ്. പിന്നെ സബ്ജക്റ്റൊക്കെ അനുസരിച്ച് ഞാൻ ബുക്കൊക്കെ ആക്കി വെച്ചു. ഇത് +1ത്തെ ബുക്കാണ്, ഞാൻ +1ലാണ്. അത് കഴിഞ്ഞ് കുറച്ച് പുറത്തൊക്കെ പോയി നിന്നു. മഴ ചാറണേ ഉള്ളൂ, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഗതി വശലായിട്ടോ. 3-4 മണിക്കൂറാണ് നിർത്താണ്ട് മഴ പെയ്തിരിക്കുന്നത്. നിർത്താണ്ട് മഴ പെയ്യുക പറഞ്ഞാലും പോരാ, അത്രയ്ക്ക് നന്നായി മഴ പെയ്തു. ഈ കാണുന്ന ഈ മെറ്റലിട്ട ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. അത്രയും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചാറുണ്ട്, പക്ഷെ ക്യാമറയിൽ കാണില്ല കേട്ടോ.
റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്ന രീതിയിലാണ്. പിന്നെ നല്ല ഇരുട്ടായതുകൊണ്ട് ക്യാമറയിൽ അതിനെ കാണുന്നില്ല കേട്ടോ. തുള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാരണം മഴത്തുള്ളിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ കയറി പോയിട്ടോ. കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനത്തെ രാത്രിയത്തെ ഫുഡാണ് നമ്മുടെ ചപ്പാത്തിയും ഞങ്ങളുടെ മസാലക്കറിയാണ് കേട്ടോ. ഗേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബായ്, നമ്മളൊരു പിന്നെ വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.